യു.പിയിലെ ഹാത്രസിൽ ആൾദൈവം ഭോലെ ബാബ നടത്തിയ പ്രാർത്ഥനാ യോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 22ആയി. ഹാത്രസ് ജില്ലയിലെ രതിഭാൻപൂർ ഗ്രാമത്തിലാണ് അപകടം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. 2.25 ലക്ഷം പേരാണ് ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. ഭോലെ ബാബയ്ക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ദുരന്തഭൂമിയിലെ വേദനകൾ പകർത്തി മീഡിയ വൺ സംഘവും ഹാത്രസിലുണ്ട്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, 2.25 ലക്ഷം പേർ പങ്കെടുത്ത വലിയ ഒരു പ്രാർത്ഥനാ യോഗത്തിലാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. 122 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഔദ്യോഗിക സ്ഥിരീകരണമാണ്. എത്ര പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്, അതിൽ എത്ര പേർക്ക് ഗുരുതരമായ അവസ്ഥയിലുണ്ട്, മരണസംഖ്യ എത്ര കണ്ട് ഉയർന്നേക്കാം എന്നുള്ളതാണ് ആശങ്കയേറ്റുന്ന കാര്യം. സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പോലീസ് പറഞ്ഞതനുസരിച്ച് 122 പേരാണ് മരിച്ചിരിക്കുന്നത്. അതായത് അതിൽ 110ഓളം സ്ത്രീകളാണ്, 5 കുട്ടികളും 6 പുരുഷന്മാരും അടക്കമുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും മരണസംഖ്യ ഇനിയും വർദ്ധിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. 12ഓളം പേരാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ വർദ്ധിക്കാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെയായിരുന്നു ഇന്നലെ പരിപാടികൾ നടന്നത്. സത്സംഗ് ഇന്നലെ ഏകദേശം 2 മണിക്കൂറായിരുന്നു ഇന്നലെ ഭോലെ ബാബയുടെ സത്സംഗ് നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹം വാഹനത്തിലേക്ക് മടങ്ങവെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ റോഡ് മുറിച്ച് കടന്ന് അദ്ദേഹം വാഹനത്തിലേക്ക് കടക്കാൻ ശ്രമിക്കവേ അദ്ദേഹത്തിനടുത്തേക്ക് ജനങ്ങൾ തിക്കും കൂടുകയും അതിനുശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡുകൾ ഈ ജനങ്ങളെ തള്ളി മാറ്റുകയും അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വന്ന പ്രദേശവാസികളൊക്കെ നമ്മളോട് വിശദീകരിച്ചതും അങ്ങനെ തന്നെയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ആത്മീയ ആചാര്യനെ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അദ്ദേഹം എവിടെയാണെന്നുള്ള സ്ഥിരീകരണം ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ സ്ത്രീകളാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അതായത് ഈ സ്ഥലത്തേക്ക് ഫോറൻസിക് സംഘത്തെയും അതുപോലെ ഡോഗ് സ്ക്വാഡിനെയൊക്കെ എത്തിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ റോഡിന്റെ മറുവശത്താണ് ഈ അപകടം ഉണ്ടായത്. 80ഓളം മനുഷ്യരാണ് ഒന്നിനു മുകളിൽ ഒന്നായി വീണ് ശ്വാസം കിട്ടാതെ മരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്ത ഭൂമിയായിട്ട് ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. ഇത് നാഷണൽ ഹൈവേ 34 അതായത് ഡൽഹി ഗോരഖ്പൂരിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണമൊക്കെയും യു.പി. സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇദ്ദേഹത്തിന്, അതായത് ഈ ആത്മീയ ആചാര്യൻ ഭോലെ ബാബയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം വലിയ ഒരു ആത്മീയ ആചാര്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അടക്കം കടക്കുന്നതിൽ പോലീസിന് ചില സാങ്കേതികത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ നിന്നും ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിങ്ങിക്കയറാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടം ഉണ്ടായത്. 2 ദിവസത്തെ പരിപാടിക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഏകദേശം 20 ദിവസത്തോളം എടുത്താണ് ഈ പ്രദേശം ഈ രീതിയിലേക്ക് വേദിയാക്കിയെടുത്തത്. കൃഷിഭൂമിയാണ്. ഈ കൃഷിഭൂമി ഒരു വേദിയാക്കി എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പരിപാടി നടന്നത്. ഇന്നലെ 2 മണി മുതൽ 3 മണി വരെയായിരുന്നു ഇവിടുത്തെ പരിപാടി. 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ സമീപവാസികളൊക്കെയും പറയുന്നത് ഇന്നലെ ഒരു ചെറിയ 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടം. സ്വാഭാവികമായും ഒരു തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്ക് പരിക്കേൽക്കുന്നു. പെട്ടെന്ന് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതണമോ? അതാണോ മരണസംഖ്യ കൂടാൻ ഇടയാക്കിയത്? അപ്പോൾ പരിക്കേറ്റ ആളുകളെയൊക്കെ എത്ര സമയം കൊണ്ട് അടുത്തുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് അവിടെ സമീപവാസികളുമൊക്കെയായി സംസാരിക്കുമ്പോൾ സജുവിന് മനസ്സിലാകുന്നത്. സൈഫുദ്ദീൻ, ഇവിടെ നിന്നും ആശുപത്രി ഏകദേശം 12 കിലോമീറ്റർ അപ്പുറമാണ് ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജനങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ താമസിച്ചു. അതുപോലെ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2 ലക്ഷത്തോളം ജനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ ഒരു അപകടത്തിന്റെ ഭീകരത ഉണ്ടായി. ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മരണപ്പാച്ചിലിൽ ജനങ്ങൾ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയും ഈ റോഡിൽ നിന്നുള്ള വാഹന ഗതാഗതമൊക്കെ തടയുന്ന സാഹചര്യം ഉണ്ടായി. മതിയായ പോലീസ് സേന ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. അതായത് 1 ലക്ഷം ജനങ്ങളായിരുന്നു ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ 2 ലക്ഷത്തോളം ജനങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ ഒരു ജനത്തിരക്കായി മാറുകയായിരുന്നു. ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരെ കൃത്യമായ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സ നൽകുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഇത്രയും മരണസംഖ്യ ഇവിടെ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ
നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇപ്പോൾ 120 പിന്നിട്ടിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭോലെ ബാബ എവിടെയുണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സൂചന ലഭിച്ചിട്ടില്ല. ആൾദൈവം എന്നുള്ള രീതിയിലേക്കല്ല പലപ്പോഴും നമ്മൾ ഇവിടുന്ന് സംസാരിച്ച സജു 122 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി മരിച്ചവരുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു പറയേണ്ടതുണ്ട്. അത് ബന്ധുക്കളൊക്കെ ഇപ്പോഴും ഒരുപക്ഷെ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്നുള്ള തെരച്ചിലുമായി ആശുപത്രികൾ കയറി ഇറങ്ങുന്നുണ്ടാകും. അപ്പോൾ മരിച്ചവരുടെയൊക്കെ പൂർണ്ണ വിവരങ്ങൾ ഭരണകൂടത്തിന് നിലവിൽ പുറത്തുവിടാനായിട്ടുണ്ടോ? സൈഫുദ്ദീൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെയും UP സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തും പുറത്തുനിന്ന് വിട്ടിട്ടില്ല. അതായത് ഉത്തർപ്രദേശിന്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നെത്തിയ ജനങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ എത്രത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു ഔദ്യോഗിക കണക്ക് വന്നിട്ടില്ല. എത്ര പേര് മരിച്ചു എന്നുള്ളതിനുള്ള ഒരു ഔദ്യോഗിക കണക്ക് വന്നിട്ടില്ല. 122 എന്നുള്ളത് ഇപ്പോൾ പോലീസ് പറയുന്ന കണക്കാണ്. പക്ഷേ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് 116 116 മരണമാണ് സർക്കാർ വൃത്തങ്ങൾ ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ കണക്കുകൾ പ്രകാരം 122 പേര് മരിച്ചു എന്നാണ്. ഇനിയും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയും പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ എത്ര ജനങ്ങളാണ് മരിച്ചത്, എത്ര സ്ത്രീകൾ, എത്ര കുട്ടികളാണ് മരിച്ചത്, എവിടെ നിന്നുള്ള ജനങ്ങളാണെന്നുള്ളതിനൊക്കെയും വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ.